അയ്യേ ഇത് ഏത് കാറ്? ഞങ്ങളിങ്ങനത്തെ കാറിനെയൊന്നും കണ്ടിട്ടില്ല. നീ ഇതൊക്കെ കാറാണെന്നും പറഞ്ഞ് വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ നിന്നെ പിടിച്ച് അടിക്കും കേട്ടോ. ഇതായിരുന്നു ഈ ട്രേ കാണിച്ചപ്പോഴുള്ള എൻ്റെ മാതാജിയുടെ ഫസ്റ്റ് റിയാക്ഷൻ. ആരംഭത്തിൽ തന്നെ അപമാനം. കാറിൻ്റെ പുറം ഇതുപോലെ ഉരുണ്ടിട്ടാണ് ഇരിക്കുന്നത്, കുഴിഞ്ഞിരിക്കുന്നതൊന്നും കാറല്ല, ഇങ്ങനെയൊന്നുമല്ല കാർ ഇരിക്കുന്നത്. നീ ദൈവത്തെ ഓർത്ത് ഇങ്ങനെയൊക്കെ ഓരോന്ന് പോസ്റ്റ് ചെയ്യില്ല കേട്ടോ. ആളുകളൊക്കെ കാണുന്നതല്ലേ, അവരെന്തെങ്കിലുമൊക്കെ നിന്നെ പറയും. അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നു മാതാശ്രീയുടെ മറ്റു കമൻട്രികൾ. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഒറിജിനൽ പോലെ ഇരിക്കുന്ന ഒരെണ്ണത്തെ ഉണ്ടാക്കി നോക്കാമെന്ന് കരുതി. എന്തായാലും ഇത് ശരിയാവാനൊന്നും പോകുന്നില്ല. എന്നാലും മാതാജിയുടെ ഒരു സമാധാനത്തിന് വേണ്ടി ചെയ്യാമെന്ന് കരുതി. അല്ലെങ്കിലും അമ്മമാരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമ്മളത് ചെയ്തു കൊടുക്കണം. എങ്കിൽ പിന്നെ ഒരു കാറിനെ ഉണ്ടാക്കാമെന്ന് ഞാൻ കരുതി. കാറെന്ന് പറയുന്നതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. കാർ എന്നുള്ളത് ഞങ്ങളിവിടെ കാണുന്ന ഒരു ചെറിയ പ്രാണീനെ വിളിക്കുന്ന പേരാണ്. ലേഡി ബഗ് എന്നാണ് ആശാന്റെ ഇംഗ്ലീഷിലെ പേര് വരുന്നത്. ഇവനൊരു മലയാളം പേരുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ ഞാൻ ചോദിച്ചപ്പം എല്ലാവരും ലേഡി ബഗ് എന്നാണ് പറഞ്ഞത്. ഇവൻ്റെ മലയാളം പേര് അങ്ങനെ അധികം ആർക്കും അറിയില്ലെന്ന് തോന്നുന്നു. ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഇവൻ്റെ മലയാളം പേര് അറിയാമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ ഒരു പഴയ ബൾബും കുറച്ച് ക്ലേയും മാത്രം മതിയാവും കേട്ടോ. വെറുതെ ഫോണിൽ കുത്തി ടൈം കളയാണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അമ്മമാരെ ഇമ്പ്രസ് ചെയ്യാൻ നോക്കൂ മക്കളെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഈ കാറിൻ്റെ ഫൈനൽ ലുക്ക് എന്തായാലും എൻ്റെ അമ്മ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ശരിക്കും കാർ ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതാ ഇഷ്ടപ്പെട്ടെ? ഞാൻ ആദ്യം ഉണ്ടാക്കിയ ട്രേ ആണോ അതോ അമ്മ പറഞ്ഞിട്ടുണ്ടാക്കിയ ഒറിജിനലായിട്ട് ഉരുണ്ടിരിക്കുന്ന കാറിനെയാണോ ഇഷ്ടപ്പെട്ടത്? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ ബൈ ബൈ.